ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇന്ന് തമ്പനയിൽ കണ്ടുവന്നതുപോലെ തന്നെയാണ് നമ്മൾ യൂട്യൂബ് പുതിയ 6 ക്രൈറ്റീരിയാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 6 ക്രൈറ്റീരിയാസ് പാലിച്ചവർക്ക് മാത്രമേ ഇനി മുതൽ ചാനൽ മോണിറ്റൈസ്ഡ് ആവുകയുള്ളൂ. അഥവാ മോണിറ്റൈസ്ഡ് ആയ ചാനലുകൾ ടെർമിനേറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 6 കാര്യങ്ങളെന്ന് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് പോവാം. 1. ലെസ് എഫേർട്ട് കണ്ടൻറ്റ് വിൽ നോട്ട് ബി മോണിറ്റൈസ്ഡ്. അതായത് നമ്മൾ ഒരു എഫേർട്ടൊന്നും എടുക്കാതെ മറ്റൊരാളുടെ വീഡിയോസ് അതിലിട്ട് അപ്ലോഡ് ചെയ്ത് അങ്ങനെയുള്ള കണ്ടൻറ്റുകളാണെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് പോകും. 2. റീയൂസ്ഡ് കണ്ടൻറ്റ്. മറ്റൊരാളുടേത് നമ്മളെടുത്ത് നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേഷൻസും അതിലില്ലാതെ നമ്മൾ ആ ആളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലേക്ക് നേരിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ചാനലുകളും ടെർമിനേറ്റ് ചെയ്യാനുള്ള ചാൻസാണ്. 3. റിപ്പീറ്റഡ് വീഡിയോസ് ഉണ്ട്. അതായത് ചാനലിൽ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള വീഡിയോസും അങ്ങനെയുള്ള ചാനലുകളും ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നതാണ്. പിന്നെ അടുത്ത വീഡിയോസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം വീഡിയോസ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് തമ്പനയിൽ ഇട്ടിട്ടുള്ള ആളുകൾ, അങ്ങനത്തെ വീഡിയോസും മോണിറ്റൈസ്ഡ് ആവുകയില്ല. അഥവാ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ മോണിറ്റൈസേഷൻ കട്ടാവുന്നതാണ്. 5. റിയാക്ഷൻ വീഡിയോസിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ റിയാക്ഷൻ വീഡിയോസ് കൊളാബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഈ കൊളാബ് ചെയ്യുന്ന സമയത്ത് ആ മെയിൻ വീഡിയോ അങ്ങനെ ഓടുന്നുണ്ടാവും. റിയാക്ഷൻ ചെയ്യുന്ന ആൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്ന് വെറുതെ കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ് അയാളുടെ ക്രിയേഷൻ അതിലുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കൊളാബ് വീഡിയോസിന് ടെർമിനേഷൻ കിട്ടുന്നതാണ്. അങ്ങനത്തെ ചാനലുകൾ മോണിറ്റൈസ്ഡ് ആവുന്നതല്ല. 6. AI ജനറേറ്റർ വീഡിയോസ്. അതിനകത്ത് നമ്മളുടെ ക്രിയേഷൻസ്, നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ, ചെറുതായിട്ട് പോലും നമ്മൾ കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഇല്ലെങ്കിൽ ഒക്കെ AI ജനറേറ്റർ വീഡിയോ അതുപോലെ തന്നെ എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചാനലുകളും മോണിറ്റൈസേഷൻ ലഭിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ഒന്നെങ്കിൽ യൂട്യൂബ് കളയുന്നതിന് മുന്നേ നമ്മൾ തന്നെ സ്വയം വാല്യൂ ചെയ്ത് നമ്മുടെ ചാനലിൽ അങ്ങനത്തെ വീഡിയോസ് ഉണ്ടോ എന്നൊക്കെ നോക്കി ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.